റളിയല്ലാഹു അൻഹു അവസാനം അവിടുത്തെ മുടി നരച്ചു പോയപ്പോൾ കൂലിക്കാരൻ ആവശ്യമില്ല, എനിക്കെന്റെ മുടി നരച്ചു നിൽക്കുന്ന മതി, മരണത്തെ ഓർക്കാൻ പറഞ്ഞു. അപ്പൊ നെര എന്നുള്ളത് എന്താണ്? മരണത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. ചില ആളുകൾക്ക് നെര എന്നുള്ളത് ഒരു അലർജി. നരക്കുമ്പോൾ തുടങ്ങും കർപ്പിക്കാറുണ്ട്. നെര എന്നുള്ളത് അത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നെര എന്നുള്ളത് ഐബല്ല, ന്യൂനതയല്ല, ഹുവ നൂറുൽ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ പ്രകാശമാകുന്നു. അത് വിശ്വാസിയുടെ പ്രകാശമാണ്. അല്ലാഹു ആദരവ് നൽകുന്നു വിശ്വാസിക്ക്. നെര കർപ്പിക്കാൻ പാടില്ല, താടി നരച്ചാലും കർപ്പിക്കാൻ പാടില്ല, മുടി നരച്ചാലും കർപ്പിക്കാൻ പാടില്ല, മീശ നരച്ചാലും കർപ്പിക്കാൻ പാടില്ല, ഒന്നും കർപ്പിക്കാൻ പാടില്ല. കർപ്പിക്കൽ ഹറാമാണ്, തെറ്റാണ്. മുഅ്മിനീങ്ങളെ, ഒരാൾ കർപ്പിച്ചാൽ ആ കറുപ്പ് നീങ്ങുന്നത് വരെ അയാൾ ഹറാമിനാണ്. മലക്കുകൾ സെക്കൻഡുകളിൽ മിനിറ്റുകളിൽ എല്ലാം അവന്റെ ഹറാമുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാള് നരച്ച മുടിയൊക്കെ കർപ്പിച്ച് കുട്ടപ്പനായി നിന്നാവും മരിക്കും. പക്ഷെ ഹറാമ് ചെയ്ത് മരിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ അപകടം നടക്കണം. ചില കർപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാൽ വുദൂഇന്റെ വെള്ളം ചെയ്യില്ല, കുളിയുടെ വെള്ളം ചെയ്യില്ല. കുളിയുടെയും വുദൂഇന്റെയും വെള്ളം ചേർന്നില്ലെങ്കിൽ അവന്റെ നിസ്കാരം എന്തായി പോകും? മുഅ്മിനീങ്ങളെ, അപകടമാണ്. അത്തരത്തിലുള്ള തിന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. അപ്പൊ നെര എന്നുള്ളത് മരണത്തിന്റെ ഒരു ദൂതനാണ്, മരണത്തിന്റെ മുന്നറിയിപ്പാണ്. നീ മരിക്കാനായിട്ടുണ്ടോ? മരണം എന്നത് ഓർമ്മപ്പെടുത്തലാണ് നെര. രണ്ടാമത്തെ അടയാളം ഹബീബായ മുത്തനബി പറഞ്ഞു, ആരോഗ്യമില്ലാതെയാവലാ. ആരോഗ്യമില്ലാതാവുക, കുട്ടുകാല് വേദന തുടങ്ങുക, ഓരക്ക് വേദന തുടങ്ങുക, കൈയിന്റെ കളിപ്പുകൾക്ക് വേദന തുടങ്ങുക, അങ്ങനെ ശരീരത്തിൽ ആരോഗ്യങ്ങൾ കുറഞ്ഞു വരിക എന്നുള്ളത് മരണത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ മുത്തനബി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ അടയാളം, നിവർന്ന് നിന്ന ആൾക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കാതെ വരിക. നിവർന്ന് നിന്ന ആൾക്ക് ഊരക്കൊക്കെ ഒരു വളർച്ചയെ, മുട്ടുകാലൊക്കെ വളർച്ചയെ, മൊത്തത്തിലൊരു ബലം കുറവ്, അങ്ങനെ വരലും മരണത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ മുത്തനബി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ അടയാളൊക്കെ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നരച്ച ആളുകൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെ ബഹുമാനിച്ചു, എനിക്ക് മരണത്തെ കുറിച്ച് ഓർക്കാനുള്ള അടയാളം എന്റെ ശരീരത്തിൽ അല്ലാഹു നൽകിയല്ലോ എന്നാണ് ഓർക്കേണ്ടത്, എന്നാണ് ആലോചിക്കേണ്ടത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരം അല്ലാഹു നൽകിയല്ലോ. നരച്ച ആളുകൾ രണ്ടു വട്ടം അൽഹംദുലില്ലാഹ് പറയില്ല, അർപ്പിക്കല്ല ഈ മരണത്തെ കുറിച്ച് ഓർക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് നന്മയുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ശരീരത്തെ നീക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തന്നല്ലോ. അൽഹംദുലില്ലാഹ് വാക്ക് രണ്ടട്ടം പറയാവാണ്. നെര അതിന്റെ അടയാളമാണ്. അതുകൊണ്ട് മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം, മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം. ജീവിതത്തിലെ കുറഞ്ഞ സമയങ്ങൾ, മിനിറ്റുകൾ എല്ലാം റബ്ബിന്റെ പ്രീതിയിൽ നമ്മൾ ചെലവഴിക്കണം. മരണസമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടാനുണ്ട്. നമ്മളെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ മുഅ്മിനീങ്ങളെ ആലോചിക്കേണ്ടതാണ്. അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഓരോരുത്തരുടെയും അടുക്കലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ചലിച്ചു ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ നമ്മുടെ കൂടെ രണ്ട് മലക്കുകൾ ഉണ്ട്. എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ. ഈ മലക്കുകൾ അവരോട് ചില കാര്യങ്ങൾ പറയുമെന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ നന്മതിന്മകൾ എഴുതാൻ വേണ്ടി രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് പിറന്ന് ചാടിയത് നമ്മുടെ കൂടെ. ഇവരിങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും. ഹറാമിൽ ഹറാമിൽ നിൽക്കുന്ന സമയങ്ങൾ ഹറാമിലായി തിന്മ എഴുതി വെക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഗൗരവമായി ചിന്തിക്കണം. ഹറാമിൽ നമ്മൾ നിൽക്കുമ്പോൾ സമയങ്ങളൊക്കെ ഹറാമിലായി രേഖപ്പെടുത്തും.
ഇവർ രേഖപ്പെടുത്തുമ്പോൾ ഹറാമിലായി രേഖപ്പെടുത്തിയാൽ മരണസമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഹബീബായ മുത്തനബി വളരെ ദൃഢമായി ബോധ്യപ്പെടുത്തുന്നത്. ഇസ്രായേൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഈ റഖീബ് അലൈഹിസ്സലാമിനെ നമ്മൾ കാണുകയാണ്. ജനിച്ചു വീണു എന്നവരെ നമ്മൾ കണ്ടിട്ടില്ല, മരണസമയത്ത് ഒരു കാണുന്നതാണ്. ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല, കളവ് പറയാത്ത ഹബീബായ മുത്തനബി നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ലോകത്തെ